അഭയം ഗുരുവേ പ്രപഞ്ചത്തിൻ കൂട്ടുവേ അഖിലം അമികാൽ പാദത്തിൻ കീഴേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാന ലോകം ചർച്ച ചെയ്യുന്ന ഈ ക്ലാസ്സിൽ ഇബ്നു അറബിയെ ഈ ലോകത്ത് പരിചയപ്പെടുത്തി തന്ന മഹാനാണ് ഇമാം അൽ ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു. അപ്പൊ ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വിശാലമായി ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഇമാം ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് തന്നെ പറയാനുണ്ടാവും. എന്നാലും ആരാണ് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു എന്ന് ചെറിയ രീതിയിലെങ്കിലും നമുക്കൊന്ന് മനസ്സിലാക്കണം. ഷഅറാനി റളിയല്ലാഹു അൻഹു ഈ ലോകത്തേക്ക് വരാനുണ്ടായ കാരണം എന്താണ്? ആത്മീയ ലോകത്തെ അനുഭവങ്ങളുടെ ലോകം മഹാനവറുകൾ എങ്ങനെ നേടിയെടുത്തു എന്നുള്ളത് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ ഏകദേശം ഒരു വിവരം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷെ ഇനിയും ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാന ലോകം നമ്മൾ വളരെ വിശാലമായിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ മഹാനവറുകൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത ഒരു കാര്യം, ഇത് ഞാനും നിങ്ങളും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇത്ര വലിയ ഇൽമ് കരസ്ഥമാക്കിയ ഒരു മഹാൻ തൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ ലോകം എങ്ങനെയാണ് ഈ ലോകത്ത് കെട്ടിപ്പടുത്തത് എന്ന് മഹാനവറുകൾ ഈ ലോകത്തെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ അറിയാതെ പോയാൽ ഒരുപക്ഷെ നമുക്കതൊരു തീരാ നഷ്ടമാകുമോ എന്നുള്ളത് കൊണ്ട് ഞാൻ ആ വിഷയങ്ങളും കൂടി എന്ത് ചെയ്യാണ്, നിങ്ങളെ ഉണർത്തുകയാണ്. മഹാനവറുകൾ പറയാണ്, അള്ളാഹു എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകളിൽപ്പെട്ട വലിയൊരു നിഅമത്താണ് ഇൽഹാമിലി മുജാഹദത്തി നഫ്സി ബി ഗൈരി ഷെയ്ഖിൻ, ഒരു ആത്മീയ ഗുരുവില്ലാതെ എൻ്റെ നഫ്സിനോട് സമരമുറകളിൽ ഏർപ്പെടാനുള്ള പ്രചോദനം അള്ളാഹു തആല എനിക്ക് നൽകി. എപ്പോഴാണ് അത് നൽകുന്നത്? ലമ്മ തബഹർതു ഫി ഉലൂമി ശരീഅ, ശരീഅത്തിന്റെ വിജ്ഞാനങ്ങളിൽ സമുദ്രസമാനമായ അറിവ് നേടിയപ്പോൾ, ആഴത്തിലുള്ള വിജ്ഞാനം നേടിയപ്പോൾ. ലഭിക്കാവുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളും മുജ്തഹിദീങ്ങളായ ഇമാമികളുടെ മഹാനവറുകൾ വായിച്ചു തീർത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ വായിച്ച് വതഅസ്സറ അലയ്യൽ അമലു ബിമാ അലിംതു, ഞാൻ ഈ അറിഞ്ഞതനുസരിച്ച് അമല് ചെയ്യാൻ എനിക്ക് വളരെ പ്രയാസകരമായി. സ്വന്തമായിട്ട് വായിച്ചെടുത്ത ഈ അറിവിൽ നിന്ന് എങ്ങനെ ഞാൻ അമല് ചെയ്യും എന്നുള്ള മഹാനവറുകൾക്ക് വളരെയേറെ പ്രയാസകരമായി വന്നപ്പോൾ, വഖദ് കാന സലഫു സ്വാലിഹു, മുൻകാലത്തുള്ള ആളുകൾ, ലിസ്വഫാഇ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾ സംശുദ്ധമായ കാരണത്താൽ, ലാ യഹ്താജു ഫീ തുരീഖിൽ അമലി ബി ഇൽമിഹിം, അവരുടെ ഇൽമ്, അവർ അറിഞ്ഞതായ അറിവ് കൊണ്ട് അമല് ചെയ്യുന്ന വഴിയിൽ അവർക്ക് ആവശ്യമില്ലായിരുന്നു ഇലാ ഷെയ്ഖിൻ, ഒരു ആത്മീയ ഗുരുവിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ലി അദമിൽ മവാനിഇ, ഹക്കിലേക്ക് എത്തിച്ചേരാനുള്ള ആത്മീയപരമായ തടസ്സങ്ങൾ അന്നില്ലായിരുന്നു. പരസ്പരം കിബ്ർ, ഹസദ്, റിയാ ഇതുപോലത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ പോയിന്റായി മനസ്സിലാക്കേണ്ടത്, ഇങ്ങനൊന്നും ഇല്ലാതിരുന്ന കാലത്ത് തന്നെ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സഫാഉൽ ഖൽബിന്റെ ഹൃദയ ശുദ്ധീകരണം ലഭിച്ച ആളുകൾ തന്നെ അവരൊരു ആത്മീയ ഗുരുവിനെ തേടിയിരുന്നു എന്നുള്ളത് കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇന്നത്തെ ആത്മീയ ഗുരുക്കളുടെ സിൽസില ചെന്നുമുട്ടുന്നത്. ആ കാലഘട്ടത്തിൽ അവർ ഷെയ്ഖിനെ പിടിക്കാതിരുന്നത് കൊണ്ടല്ല, പിടിച്ചത് കൊണ്ടാ. കാരണം പിടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ സിൽസില മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്നുമുട്ടുമായിരുന്നോ? ഇല്ല. അതുകൊണ്ട് അവരുടെ ഹൃദയം സംശുദ്ധമായിരിക്കെ തന്നെ ഒരു ഷെയ്ഖിലേക്ക് ആവശ്യമില്ലാതിരുന്നു. എന്നിട്ടും അവർ ഷെയ്ഖിനെ പിടിച്ചിരുന്നു. പക്ഷേ വസാറന്നാസു അൽ യൗമു ലഹും, ഈ കാലഘട്ടത്തിലുള്ളതായ ജനങ്ങൾ മുഴുവനും ലഹും മവാനിഉ, അവർക്ക് ആത്മീയപരമായി എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത ആത്മീയ മേഖലയിലേക്ക് കടന്നുകൂടിയ ഒരുപാട് തടസ്സങ്ങൾ. ഹക്കല്ലാത്ത എല്ലാ ചിന്തയിൽ നിന്നിട്ടും നമ്മളുടെ ഹൃദയത്തെ സംശുദ്ധമാക്കുമ്പോഴാണ് ഹക്ക് നമ്മളിൽ തെളിഞ്ഞു വരുന്നത്. മനസ്സിലായോ? അതിന് ഒരുപാട് തടസ്സങ്ങൾ ഇന്നത്തെ കാലത്ത് ഉണ്ടായപ്പോൾ, ഹത്ത എത്രത്തോളം അന്നബഅലഹും, ചില ആളുകള്, ജനങ്ങളിൽ നിന്ന് ചില ആളുകൾ യറാ അൽ അഖ്ലാഖൽ മുഹമ്മദിയ, അവര് മുഹമ്മദിയായ സൽസ്വഭാവങ്ങളെ മുഴുവനും കാണുന്നുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ പരാമർശിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൽസ്വഭാവങ്ങൾ, മിൻ സുഹദിൻ പ്രപഞ്ചത്യാഗം എങ്ങനെയായിരുന്നു, വ വറഇൻ സൂക്ഷ്മത എങ്ങനെയായിരുന്നു, വ ഖശിയത്തിൻ ഭയഭക്തി എങ്ങനെയായിരുന്നു, വ നഹവി ദാലിക, ഇതൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ ഫലാ യസിലു ഇല തഖല്ലുഖ് ബിഹാ, അത് സ്വന്തം സ്വഭാവത്തിലാക്കി മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനൊക്കെ അറിവുകൾ, ഇന്ന് അറിവിന് വല്ല കുറവുണ്ടോ അവിടെ? ഉലമാ സംഘടനയിലൂടെ ഇന്ന് അറിവുകൾക്കൊന്നും ഒരു എന്തില്ല, പഞ്ഞവുമില്ല. പക്ഷെ ഇതൊന്നും എന്ത് ചെയ്യുക, ഈ പറയുന്ന അഖ്ലാഖുൽ മുഹമ്മദിയായ സൽ സ്വഭാവങ്ങൾ സ്വന്തം സ്വഭാവത്തിലാക്കി മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഫലിദാലിക ഔജബ ബഅദു ഉലമാഇ ശരീഅ, ശരീഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് ചില പണ്ഡിതന്മാർ നിർബന്ധമാക്കി അലത്വാലിബി, ഹക്കിനെ തേടുന്ന ഒരാളുടെ മേൽ, അള്ളാഹുവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ മേല് ശരീഅത്തിന്റെ ഉലമാക്കളിൽ നിന്ന് തന്നെ ചില പണ്ഡിതന്മാര് നിർബന്ധമാക്കി അൻയത്തഖിദ ലഹു ശൈഖൻ, അവനൊരു ആത്മീയ ഗുരുവിനെ പിടിക്കണം, തേടണം, കണ്ടെത്തണം എന്നുള്ളത്. യുർഷിദുഹു, ആ ആത്മീയ ഗുരു അവനെ നയിക്കും, ഇലാ ത്വരീഖ് ഇസാലത്തി ഹാദിഹിൽ മവാനിഇ, ഹക്കിലേക്ക് ചെന്നു ചേരാനുള്ള ആത്മീയപരമായ തടസ്സങ്ങൾ, ഹൃദയത്തിന്റെ മ്ലേച്ഛമായ സ്വഭാവങ്ങൾ, കിബർ, ഹസദ്, റിയാ, ഉജുബ്, ഇതുപോലത്തെ മോശമായതായ വിശേഷണങ്ങളെ നീക്കം ചെയ്യാനുള്ള മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു ആത്മീയ ഗുരുവിനെ തേടൽ നിർബന്ധമാണ് എന്ന് ശരീഅത്തിന്റെ ചില പണ്ഡിതന്മാർ പറഞ്ഞു. കണ്ടോ? എന്നിട്ട് വഖാലു, അവര് തന്നെ പറഞ്ഞു, മല്ലം യജിദ് ലഹു ശൈഖൻ ഫീ ബലദിഹി, ആത്മീയ രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ നന്മകളെ മുഴുവനും നശിപ്പിച്ചു കളയുന്ന രോഗമാണ്. അസൂയയെ സംബന്ധിച്ച് പറഞ്ഞത് അതല്ലേ? അതുപോലെ റിയാഇനെ സംബന്ധിച്ച് പറഞ്ഞത് അതല്ലേ? റുജുബിനെ സംബന്ധിച്ച്, ഉൾനാട്യത്തെ സംബന്ധിച്ച് പറഞ്ഞത് അതല്ലേ? കിബറിനെ സംബന്ധിച്ച്, അഹങ്കാരത്തെ കുറിച്ച് പറഞ്ഞത് അതല്ലേ? അതുകൊണ്ട് ഈ ആത്മീയപരമായ രോഗത്തെ ഇല്ലായ്മ ചെയ്യാൻ കൽപ്പുറ്റ ഒരു ആത്മീയ ഗുരുവിനെ തേടി കണ്ടെത്തിക്കൽ നിർബന്ധമാണ് എന്ന് ഈ ഇൽമുകൾ മുഴുവനും കരസ്ഥമാക്കിയിട്ട് അതനുസരിച്ച് അമല് ചെയ്തപ്പോൾ എനിക്കെന്ത് ചെയ്തു, മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഒരു ആത്മീയ ഗുരു ഇല്ലെങ്കിൽ വജബ അലൈഹി സഫറു ഫീ ത്വലബിഹി, അതിനെ തേടി യാത്ര ചെയ്യൽ നിർബന്ധമാണ്. എവിടെയാണോ അവിടെയുള്ളത്. ഭൗതികപരമായിട്ട് തന്നെ നമുക്കൊരു ഡോക്ടർ സമീപിക്കണം എന്ന്, ആ ഡോക്ടർ അമേരിക്കയിലുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടേക്ക് പോകുമല്ലോ ഭൗതികപരമായ നമ്മളുടെ രോഗം മാറ്റാൻ. പക്ഷെ അതിനേക്കാളും നമ്മളുടെ മൊത്തം അമലുകളെ കാർന്നു തിന്നുന്ന ഹൃദയരോഗങ്ങളെ ഇല്ലായ്മ ചെയ്താലേ, ഹൃദയരോഗങ്ങളിലെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ നമ്മളുടെ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഒരാള് ഈ ആത്മീയ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ആത്മീയ ഗുരുവിനെ തേടേണ്ടതില്ലേ? അത് നിർബന്ധമാണ് എന്ന് മഹാനായ ഇമാം ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് പറയാണ്, വ മുറാദു ജമീഇ അശ്യാഖി ത്വരീഖ്, ത്വരീഖത്തിന്റെ മശായിഖന്മാരുടെ, എല്ലാ മശായിഖന്മാരുടെയും ഉദ്ദേശം എന്താണെന്നറിയോ? ഇന്ന് പല രീതിയിൽ, തെറ്റായ രീതിയിൽ ഇതിനൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടാവും. പക്ഷെ ഹക്ക് ഇതാണ്. നിഷ്പക്ഷമായി ഹൃദയത്തോട് നമ്മൾ ചോദിച്ച് എന്താണ് സൂഫികളുടെ ലക്ഷ്യം എന്നുള്ളതൊക്കെ ഒന്ന് നമ്മൾ നിഷ്പക്ഷമായിട്ടൊന്ന് വിലയിരുത്തുക. നമുക്കിന്ന് പല ആളുകളും കേട്ടതനുസരിച്ച് കിട്ടിയ ഒരു അറിവാണ്. അന്നാസു അഅദാഉ മാ ജഹിലു എന്നാണ്. ജനങ്ങൾ അറിയാത്ത ഒന്നിന്റെ ശത്രുക്കളാണ്. പക്ഷെ അതിനെ അറിയാത്ത ഒന്നിന്റെ ശത്രുക്കളാണെന്ന് പറയാനുള്ള കാരണം, അറിയണമെങ്കിൽ നമ്മൾ സ്വന്തം അത് എന്ത് ചെയ്യണം, നേടിയെടുക്കണം. ബാക്കിയുള്ളവരുടെ വാക്ക് കേട്ടിട്ടോ ബാക്കിയുള്ളവരുടെ ഇത് കേട്ടിട്ടോ ആയിരിക്കരുത് ഒരാളെ വിലയിരുത്തേണ്ടത്. നമുക്ക് നമ്മളുടേതായ ഒരു കഴിവ് അല്ലാഹു തആല തന്നിട്ടുണ്ട്. ആ കഴിവിൽ നിന്ന് സ്വന്തം നഫ്സിനോട് ചോദിച്ചുകൊണ്ടാണ് ഇതൊക്കെ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇസ്തഫ്തി ഖൽബക, എപ്പോഴും നീ നിന്റെ ഹൃദയത്തോട് ഫത്വ ചോദിക്കണം, മറ്റുള്ളവരോടല്ല ഫത്വ ചോദിക്കേണ്ടത് എന്ന് പറയാനുള്ള കാരണം അതാണ്. അങ്ങനെ മഹാനവറുകൾ പറയാണ്, ത്വരീഖത്തിന്റെ സൂഫിയായ ആളുകളുടെ മുഴുവൻ സൂഫികളുടെയും ഉദ്ദേശം ബിതസ്ലീഖിഹി മിന്നാസ, അവര് ജനങ്ങളെ പ്രവേശിപ്പിക്കുന്നുണ്ടല്ലോ, ത്വരീഖത്തിൽ പ്രവേശിപ്പിക്കുന്നുണ്ടല്ലോ, ആ യൂസിലു അൽ മുരീദ, അതുകൊണ്ടുള്ള ഉദ്ദേശം അവരുടെ ശിഷ്യന്മാരായ ആളുകളെ പ്രവേശിപ്പിക്കലാണ് ഇലാ മഖാമിൽ അമലി ബിൽ ഇഖ്ലാസ്, ഈ ഇഖ്ലാസ് കൊണ്ട് അമല് ചെയ്യുന്ന ഒരു സ്ഥാനത്തേക്ക് അവരെത്തിക്കുക എന്നുള്ളതാണ്. കാരണം വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസ് ഇല്ലാത്ത ഒരു അമലും എനിക്ക് വേണ്ട എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. അപ്പൊ ഇഖ്ലാസുള്ള ഒരു അമല്, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, അത് വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ അല്ലദീ കാന അലൈഹി സ്വലഫു സ്വാലിഹു, അതിന്റെ മേലായിരുന്നു മുൻകാലത്തുള്ള ആളുകളൊക്കെ, ഈ ഇഖ്ലാസിന്റെ മേലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഇഖ്ലാസ് കൊണ്ട് അമല് ചെയ്യുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇഖ്ലാസ്
അള്ളാഹുവിലേക്കുള്ള സാമീപ്യം മാത്രം ലക്ഷ്യം വെക്കുക, ഹക്കിനെ മാത്രം അറിയുക, ഹക്കല്ലാത്ത ചിന്തകൾ മുഴുവനും ഹൃദയത്തിൽ നിന്നിട്ട് ഒഴിവാക്കുക, ഹക്കിലൂടെ മാത്രം എന്ത് ചെയ്യുക, സഞ്ചരിക്കുക, ഹക്കിന്റെ സാന്നിധ്യം അനുഭവിക്കുക, ഹക്ക് ഹൃദയത്തിൽ തെളിഞ്ഞു വരിക. ഇങ്ങനെ ആകുമ്പോഴാണ് നമ്മളുടെ നിസ്കാരം അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നത്, നമ്മളുടെ നോമ്പ് അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നത്, നമ്മളുടെ ഹജ്ജ് അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നത്, നമ്മളുടെ സക്കാത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നത്. ഈ രീതിക്ക് ഇഖ്ലാസിന്റെ മഖാമിലേക്ക്, സ്ഥാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സൂഫിയായ ആളുകൾ മുഴുവനും ലക്ഷ്യമാക്കുന്നത്. കണ്ടോ? എന്നിട്ട് പറയാണ് ഫൈനിഷ്തഗല അഹദുഹും, അങ്ങനെ ഏതെങ്കിലും ഒരാൾ വ്യാപൃതമായാൽ, ബഅദദാലിക, ഒരു ആത്മീയ ഗുരുവിനെ പിടിച്ചതിന് ശേഷമാണ് ബിൽ ഇൽമി, ഇൽമു കൊണ്ട് ജോലിയാകുന്നതെങ്കിൽ. മുത്തഅല്ലിമായി പഠിക്കുന്ന കാലത്ത് എന്ത് ചെയ്യുക, തരീഖത്ത് പോണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആക്ഷേപിക്കും. പക്ഷെ ഷെഹറാനി ഇമാമ് പറയാണ്, എന്റെ അനുഭവം വെച്ച് ഞാൻ ഇൽമു കരസ്ഥമാക്കിയതനുസരിച്ച് ഒരു ഷെയ്ഖിനെ പിടിച്ചതിന് ശേഷമാണ് ഇൽമു കൊണ്ട് ജോലിയാകുന്നതെങ്കിൽ, ഔ സല്ല, അല്ലെങ്കിൽ നിസ്കരിക്കുന്നതെങ്കിൽ, ഔ സാമ, അല്ലെങ്കിൽ നോമ്പ് നോൽക്കുന്നതെങ്കിൽ, ഔ ഹജ്ജ, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുന്നതെങ്കിൽ, ഔ തവറ, അല്ലെങ്കിൽ സൂക്ഷ്മത പുലർത്തുന്നതെങ്കിൽ, ഔ സഹദ, അല്ലെങ്കിൽ പ്രപഞ്ചത്യാഗിയാകുന്നതെങ്കിൽ. ഷെയ്ഖിനെ പിടിച്ചിട്ടാവുമ്പോ എന്തുണ്ടാകും, അതിൽ ഇഖ്ലാസ് വരും, അല്ലെങ്കിൽ ഇഖ്ലാസ് വരൂല എന്നാ പറയുന്നത്. കാരണം അല്ലാതെ തരീഖത്ത് കൂടിക്കഴിഞ്ഞാൽ നിസ്കാരം ഒഴിവാക്കാനും, അതുപോലെ തന്നെ നോമ്പ് ഒഴിവാക്കാനും, ഹജ്ജ് ഒഴിവാക്കാനും, പിന്നെ സൂക്ഷ്മത ഒഴിവാക്കാനുള്ള ഒരു മാനദണ്ഡമാക്കിയിട്ട് തരീഖത്തിനെ മാറ്റരുത്, സൂഫികളെ മാറ്റരുത്. സൂഫികൾ എന്ത് ചെയ്യുക, ഒരു മനുഷ്യനെ യഥാർത്ഥമായ ഇഖ്ലാസിന്റെ മഖാമിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവന്റെ നിസ്കാരത്തിൽ ആത്മാർത്ഥത ഉണ്ടാവും, അവന്റെ നോമ്പിൽ ആത്മാർത്ഥത ഉണ്ടാവും, അവന്റെ സൂക്ഷ്മതയിൽ ആത്മാർത്ഥത ഉണ്ടാവും. അങ്ങനെ ഈ രീതിക്ക് ഒരു ആത്മീയ ഗുരുവിനെ പിടിച്ചതിന് ശേഷമാണ് അവൻ വ്യാപൃതനാകുന്നതെങ്കിൽ കാന മഹ്ഫൂദൻ മിനർ റുഊനാത്തില്ലത്തി തജ്റഹു മഖാമൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ മക്കാമിന് കോട്ടം സംഭവിക്കുന്ന ആത്മീയപരമായ ദൗർബല്യങ്ങളിൽ നിന്നും അപൊക്കമായ പ്രവണതകളിൽ നിന്നും അവൻ സംരക്ഷിക്കപ്പെടും. എപ്പോൾ അവന്റെ നിസ്കാരവും, അവന്റെ നോമ്പും, അവന്റെ ഇൽമും, അവന്റെ ഹജ്ജും, അവന്റെ സൂക്ഷ്മതയും, അവന്റെ പ്രപഞ്ചത്യാഗവും ആത്മീയ ഗുരുവിനെ പിടിച്ചതിന് ശേഷമാണെങ്കിൽ. ഔ തുഹ്ബത്തുൽ അമലു, അതുപോലെ തന്നെ പ്രവൃത്തികളെ നിഷ്ഫലമാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, നമ്മളുടെ അമലുകൾ, നമ്മളുടെ ആരാധനകൾ, നമ്മുടെ നോമ്പ്, നിസ്കാരം, ഇതുപോലത്തെ നല്ല നല്ല പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കുന്ന, ഹൃദയത്തിൽ കടന്നുകൂടിയതായ ആത്മീയ രോഗങ്ങൾ കാരണമായി നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിഷ്ഫലമാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അവൻ സംരക്ഷിക്കപ്പെടും കേട്ടോ. ഇത് ഞാൻ പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, മഹാനവറുകൾ പറയാണ്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്ന ഹഖീഖത്ത സൂഫി, ഒരു ഒറിജിനൽ സൂഫി എന്ന് പറഞ്ഞാൽ ഹുവ ആലിമുൻ ബിഇൽമിഹി അലാ വഫ്ഖി മാ അമറല്ലാഹു ബിഹി, അല്ലാഹു കൽപ്പിച്ചത് അനുസരിച്ച്, അവന്റെ അറിവനുസരിച്ച് അമൽ ചെയ്യുന്ന ഒരാളാണ് യഥാർത്ഥമായ ആലിം എന്ന് പറഞ്ഞാൽ. അതൊക്കെ ശരി തന്നെയാണ്, അറിവനുസരിച്ചാണ് അമൽ ചെയ്യുന്നത്. പക്ഷെ ആ അറിവനുസരിച്ച് അമൽ ചെയ്യുന്നത് ഒരു ആത്മീയ ഗുരു പറഞ്ഞ അറിവനുസരിച്ചാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാകും, ഇഖ്ലാസിന്റെ മഖാമിലേക്ക് എത്താൻ കഴിയും. കാരണം വകാനത്ത് സൂറത്തു മുജാഹദത്തി ലിനഫ്സി മിൻ ഗൈരി ഷെയ്ഖിൻ, ഷെയ്ഖില്ലാതെ എൻ്റെ നഫ്സിനോട് ആത്മീയ സമരത്തിൽ ഏർപ്പെടുന്ന രീതികൾ എനിക്കുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് അന്നനി കുന്തു താലിഉ കുതുബൽ ഖൗം, സൂഫികളുടെ ഗ്രന്ഥങ്ങൾ മുഴുവനും ഞാൻ വായിക്കുമായിരുന്നു. ഇത് വായിച്ചിട്ട് നമ്മൾ നന്നാകുമോ നോക്കട്ടെ, ഇത് വായിച്ചിട്ടെങ്കിലും നമ്മളൊന്ന് എന്ത് ചെയ്യുക, ലക്ഷ്യത്തിലേക്ക് എത്തുമോ എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ മുത്താല ചെയ്യുമായിരുന്നു, വായിക്കുമായിരുന്നു. അതിൽ റിസാലത്തുൽ ഖുശൈരിയുണ്ട്, 1000 വർഷങ്ങൾക്കപ്പുറം രചിച്ച ഇമാം ഖുശൈരി തങ്ങളുടെ റിസാലയുണ്ട്. അവാരിഫുൽ മആരിഫ്, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമ തങ്ങൾ ഓമിനൽ അവാരിഫി ഫത്തുൽ ബൻഹു വഅവ്വില, എന്ത് ചെയ്യുക, അവാരിഫുൽ മആരിഫ് വായിച്ചിട്ട് സൂഫിസം പഠിക്കണം എന്ന് പറഞ്ഞതുണ്ട്. സൂഫിസം അറിയാൻ അത് മതി, അനുഭവിക്കാൻ ആത്മീയ ഗുരുവാണ്. ഖൂത്തുൽ ഖുലൂബ് ലി അബീ ത്വാലിബിൽ മക്കി, അബൂ ത്വാലിബിൽ മക്കിയുടെ ഖൂത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന തസൂഫിന്റെ ഗ്രന്ഥം, വൽ ഇഹ്യാ ലിൽ ഗസാലി, ഗസാലി ഇമാമിന്റെ ഇഹ്യാ എന്ന് പറയുന്ന ഗ്രന്ഥം, വനഹ്വി ദാലിക, ഇതുപോലത്തെ ഒരുപാട് തസൂഫിന്റെ ഗ്രന്ഥങ്ങൾ ഞാൻ ഷെയ്ഖില്ലാതെ ഈ തസൂഫിന്റെ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് വായിച്ച് നന്നാകാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിയിരുന്നു. പക്ഷെ വഅമലു ബിമാ യൻഖദിഹു ലി മിൻ ത്വരീഖിൽ ഫഹ്മി, എനിക്ക് മനസ്സിലാകുന്ന, ഉള്ളിൽ തെളിയുന്ന ധാരണകൾ അനുസരിച്ച് ഞാൻ അമൽ ചെയ്യുകയും ചെയ്യുമായിരുന്നു.
ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന എൻ്റെ ഉള്ളിൽ തെളിയുന്ന ചില കാര്യങ്ങൾ എടുത്ത് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, അമല് ചെയ്യുമായിരുന്നു. അങ്ങനെ അമല് ചെയ്ത് ഞാൻ ഇങ്ങനെ പോയപ്പോൾ സുമ്മ ബഅദ മുദ്ദത്തിൻ, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എബുദൂലി എനിക്ക് വ്യക്തമായി, ഖിലാഫു ദാലിക, ഇതിന്റെ നേരെ എതിര് എന്ത് ചെയ്തു, എനിക്ക് വ്യക്തമായി. നേരത്തേക്കാട്ടി നല്ലതാണല്ലോ ഇപ്പൊ പറയണത്, ഇതുകൊണ്ട് അമല് ചെയ്യുക, അത് ഒഴിവാക്കാം എന്ന ചിന്താഗതി വന്നു. ഫാത്രുക്കുൽ അംറൽ അവ്വല, അങ്ങനെ ആദ്യത്തെ രീതി, അമലിന്റെ രീതി ഞാൻ ഒഴിവാക്കി. എന്നിട്ട് വഅമലു ബിസാനി, രണ്ടാമത്തെ രീതി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അമല് ചെയ്തു. വഹാക്കഥ, അങ്ങനെ തുടർന്ന് പോന്ന്. സൂഫിയാക്കളെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നേരത്തേനെക്കാട്ടി നല്ലതാണ് ഇത് എന്ന് പറഞ്ഞ് ആദ്യം ഒഴിവാക്കിയിട്ട് പിന്നെ ഇതുകൊണ്ട് വെക്കും, പിന്നെയും വായിക്കുമ്പോൾ ഇതിനെക്കാട്ടി നല്ലതാണ് മറ്റേതെന്ന് തോന്നുന്നു, അതിലേക്ക് പോകും. അങ്ങനെ ആകെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താതെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു, അനുഭവമില്ലാത്ത ഒരു അറിവിന്റെ ലോകത്തിലൂടെ. അതുകൊണ്ട് മോനെ, ഒമൻ സലക ബിഗൈരി ഷെയ്ഖിൻ, ഷെയ്ഖ് ഇല്ലാതെയാണ് നീ സഞ്ചരിക്കുന്നതെങ്കിൽ, ഒരു ആത്മീയ ഗുരുവില്ലാതെയാണ് നീ സഞ്ചരിക്കുന്നതെങ്കിൽ, താഹിൻ, വഴിതെറ്റിപ്പോകും കേട്ടോ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, ഇത്ര വലിയ ഇൽമുകൾ നേടിയ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ജീവിതം മുഴുവനും എന്ത് ചെയ്യുക, ജീവിതം മുഴുവനും ആവശ്യമില്ലാത്തതിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ചെലവഴിക്കേണ്ടി വരും. തിരിഞ്ഞോ? ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ അറിവുകൾ ഇങ്ങനെ സമ്പാദിക്കുക, അനുഭവത്തിന്റെ ഒരു ലോകത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എത്താൻ പറ്റൂല. അനുഭവത്തിന്റെ ലോകത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു ആത്മീയ ഗുരു എന്ത് ചെയ്യണം, വേണം. വലം യസില്ല മഖ്സൂദിഹി, അവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയില്ല. കാരണം ലി അന്ന മിസാല ഷെയ്ഖി, ഒരു ആത്മീയ ഗുരുവിനിക്കുള്ള ഉദാഹരണം മിസാലു ദലീലുൽ ഹജ്ജാജ്, കണ്ടോ, ഹജ്ജാജിമാർക്ക് വഴികാട്ടുന്ന ഒരു വഴികാട്ടിയെ പോലെയാണ്. ഇലാ മക്ക, മക്കയിലേക്ക്, ഫിൽ ലയാലിൽ മുദ്ലിമ, ഇരുൾ മുറ്റിയ രാത്രിയിൽ മക്കയിലേക്ക് ഹജ്ജാജിമാർക്ക് വഴികാട്ടുന്ന ഒരു വഴികാട്ടിയെ പോലെയാണ് ഒരു ആത്മീയ ഗുരുവിന്റെ സ്ഥാനം. അതുകൊണ്ട് ആത്മീയ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരുപാട് ഇരുളുകൾ, ഒരുപാട് ആത്മീയ രോഗങ്ങൾ, ഇതിനെ ഏത് സന്ദർഭത്തിൽ എപ്പോൾ മാറ്റണം എന്നുള്ളത് വ്യക്തമായി അറിയുന്നത് ആ വഴിയിലൂടെ സഞ്ചരിച്ച ഒരു ആത്മീയ ഗുരുവാണ്. അവരെ പിടിച്ചാലേ അനുഭവ ലോകങ്ങളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അറിവിന്റെ ലോകത്തിൽ കിടന്നുകൊണ്ട് നമ്മൾ പരസ്പരം വൈരുദ്ധ്യപരമായ രീതിയിൽ തശ്വീഷായി നമ്മളിങ്ങനെ ജീവിക്കേണ്ടി വരും. അതാണ് ഇത്രയും വലിയ ആഴത്തിലുള്ള വിജ്ഞാനങ്ങൾ നേടിയ എൻ്റെ അനുഭവം. അതുകൊണ്ട് ഒരു ആത്മീയ ഗുരുവിനെ തേടി കണ്ടെത്തിച്ചുകൊണ്ട് ആ ആത്മീയ ഗുരു തന്നതായ അമലിലൂടെ നീ നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഹജ്ജ് ചെയ്യുക, സൂക്ഷ്മത പാലിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അല്ലാഹു തആല പറഞ്ഞ ഇഖ്ലാസോടുകൂടുള്ള അമല് നിനക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഇതാണ് മുഴുവൻ സൂഫികളും ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇമാം ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതനുസരിച്ച് ഇത്ര വലിയ പണ്ഡിതനായ ഇമാം ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം ഒരു ആത്മീയ ഗുരുവിനെ സമീപിക്കുകയാണ്. അദ്ദേഹം ആരായിരുന്നു? എഴുത്തും വായനയും അറിയാത്ത ആളായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് എഴുത്തും വായനയിലൂടെ ഇൽമ് കരസ്ഥമാക്കിയ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ഉദിച്ച എല്ലാവിധ സംശയങ്ങൾക്കും മറുപടി ഉണ്ടായത് എന്ന് മഹാനവറുകൾ തുറന്നു പറയുന്നുണ്ട്. അതുകൂടി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.